പുരക്കാർക്ക് കൊടുക്കുന്ന എന്നിട്ട് നാളെ എല്ലാവരും ബാത്റൂം പോകുമ്പോൾ പുകയണം. അതാണ് നമ്മൾ ഇന്നത്തെ ലക്ഷ്യം. ഈ പരിപാടിയിലേക്ക് കടക്കാണ്. നീ എന്താവും എങ്ങനെയാവും എന്നൊന്ന് പടച്ചോനെ അറിയാം. നാളെ എല്ലാവരും ബാക്കിയുണ്ടായാൽ മതി. ആ എന്തായാലും എൻ്റെ ഉമ്മ എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടോ? അപ്പൊ ഉമ്മക്ക് സല്യൂട്ട്. ഉമ്മക്ക് ഉമ്മക്ക് മാത്രല്ല എല്ലാ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാവർക്കും എൻ്റെ സല്യൂട്ട്. നല്ല ഇതുകൊണ്ട് എന്തായാലും നാളെ ആരും എണീക്കൂല തോന്നുന്നുണ്ട്. പക്ഷെ എനിക്കിത് കൊടുത്തരോ എന്താ പറയാ, തൃപ്തി ആയിക്കില്ല. അപ്പൊ ഒരാഴ്ച കൊണ്ട് ഞാൻ എന്തായാലും ഇവർക്കൊരു നല്ല സാധനം എന്തായാലും വെച്ചു കൊടുക്കും. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് കുറച്ച് നമ്മളെ വീട്ടിൽ മാങ്ങ ഇല്ലെങ്കിലും കുടുംബക്കാർ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ട്, പക്ഷെ ഉമ്മ ഇത് പേപ്പിക്കും വെച്ച് പിന്നെ ഞാൻ ചോദിച്ച് മേടിച്ചതാ. ഇന്നത്തെ ഇട്ടിട്ട് അല്ല ഉപ്പും മുളകും മാങ്ങ ഇട്ടിട്ട് എന്നിട്ട് പുരക്കാർക്ക് കൊടുക്കുന്ന എന്നിട്ട് നാളെ എല്ലാവരും ബാത്റൂം പോകുമ്പോൾ പുകയണം. അതാണ് നമ്മൾ ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് കടക്കാം. അപ്പൊ ഇതിലേക്ക് കടക്കാം നമുക്ക്. അങ്ങനെ 3 മാങ്ങ ഇതെടുത്തിട്ട് ഇവിടെ വെക്കുക. പിന്നെ ഒരു മറ്റേ കട്ടിംഗ് ബോർഡ് എടുക്കണോ, കത്തി അവിടെ ഉണ്ട്. കട്ടിംഗ് ബോർഡ് എടുത്ത് പിന്നെ അതിന് ഉപ്പും മുളകെല്ലാം അതും എടുക്കണം. ഇത് നോക്കുക, ഇത് ഉപ്പും മുളകും. ഉപ്പു പിന്നെ മുളക്. ഇതില് പ്രശ്നം എന്ന് വെച്ചാല് 2 മുളകുണ്ട്. ഒന്ന് കാശ്മീരി ഉണ്ട്, പിന്നെ സാധാ മുളകുണ്ട്. ഇതിപ്പോ ഏതാണ്? അല്ല, ഇത് മുളകല്ലല്ലോ. അത് ക്യാമറ നോക്കിയിട്ട് എടുത്തു തരും. അത് മുളകും എല്ലാം ഉണ്ട്. ഏതാളി ഒരു ഞാനേ കണ്ടുപിടിച്ചിട്ട് വരാം. കാണുന്നില്ല. ഇത് ഇവിടെ ഇതല്ലേ ചിക്കൻ മസാല. അല്ലെങ്കിൽ 2 ഇതില്ലേ, ഒന്നുള്ളു. സാധാരണ എപ്പോ 2 ഇത് കാശ്മീരിയോ അല്ല മറ്റേ എരിവുള്ള മുളകാണോന്ന് അറിയില്ല. ഏതായാലും കണ്ടുപിടിച്ചിട്ട് വരുന്നല്ലോ. ഉമ്മാടി ചോദിച്ചിട്ടായിരുന്നു. അങ്ങനെ ഉമ്മാടി ചോദിച്ച് ലാസ്റ്റ് ഫിക്സ് ആക്കി. ഇതന്നെ നേരത്തെ എടുത്ത സാധനം തന്നെയാ മുളക് പൊടി. അത് സംഭവം എന്ന് വെച്ചാൽ പണ്ടല്ലോ കാശ്മീരി വേറും പിന്നെ സാധാ മുളക് നല്ല എരിവുള്ള മുളക് അത് വേറും വെക്കലുണ്ട്. ഇപ്പൊ ഉമ്മ 2 മിക്സ് ആക്കലാന്നാ പറഞ്ഞത്. അത് ഞാൻ ഡെയിലി ഇങ്ങനെ അടുക്കളയിൽ കയറുന്നോണ്ട് എന്ത് ചെയ്യുന്ന എല്ലാം അറിയുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. ഇനി വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ഇവിടെ ഉണ്ട്, അതും എടുത്ത് നമുക്ക് എന്തായാലും പരിപാടിയിലേക്ക് കടക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഈ പരിപാടിയിലേക്ക് കടക്കാണ്. നീ എന്താവും എങ്ങനെയാവും എന്നൊന്ന് പടച്ചോനെ അറിയാം. നാളെ എല്ലാവരും ബാക്കിയുണ്ടായാൽ മതി. പിന്നെ ഞാൻ നേരത്തെ എടുത്തിട്ടില്ലേ, ഈ സാധനമാണ്. ഇത് വെളിച്ചെണ്ണയല്ല, ഓയിലേന്ന്. ഞാൻ വെറുതെ ഉമ്മ അടുത്ത് പോയിട്ട് ചോദിച്ചതാ ഇത് വെളിച്ചെണ്ണയല്ലേന്ന്. പിന്നെ ഉമ്മ അറിയുന്നല്ല ഓയല്ല. ഭാഗ്യം ചോദിച്ചല്ലെങ്കിൽ നാളെ പിന്നെ എല്ലാവരും ബാക്കി ഉണ്ടാവില്ലേലും. അല്ലെങ്കിലും വെളിച്ചെണ്ണക്ക് പകരം ഓയിലായാലും പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലാണ്ട റിസ്ക് ഒന്നും എടുക്കണ്ട. നമുക്ക് എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ തിന്നിക്കില്ലെങ്കിലും അല്ല, ഇതിപ്പോ 3 മാങ്ങ ഉണ്ട്, നല്ല വലിയ മാങ്ങ. അപ്പോൾ ഇത് നമ്മൾ തിന്നിക്കില്ലെങ്കിൽ എന്തായാലും ഇവിടെ പുറത്ത് പിള്ളേരുണ്ട് നാട്ടിലെ. പിള്ളേർക്കാരും കൊടുത്തിട്ട് അങ്ങ് ഇതാക്കാം, ഇതങ്ങ് തീർക്കാം. പിള്ളേരൊന്നും കുറച്ച് ഇതാവട്ടെ രാവിലെ ആകുമ്പോഴത്തേക്ക്. പിന്നെ നാളത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നാളെ ഇവരെ പോർച്ചുഗലിന്റെ കളിയുണ്ട്, പിന്നെ അർജന്റീനന്റെ കളിയുണ്ട്. 2നും ആൾക്കാർ എണീക്കൊന്ന് പടച്ചോന്നെ അറിയാം ഇതെല്ലാം കൊടുത്ത് ഇതായാലും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് പരിപാടി അല്ല, മാങ്ങ മുറിച്ചിടല് ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഞാൻ 3 മാങ്ങ എടുക്കാനാണ് വിചാരിച്ചത്. പക്ഷെ ഇതൊക്കെ എനിക്ക് കാണിച്ചു തരാം. ഒരു മാങ്ങ മുറിച്ചേരം തന്നെ ഇത്ര കാര്യം കിട്ടി.
പിന്നെ ഞാൻ മറ്റേ ഒരു മാങ്ങേന്റെ ഒരു പകുതിയും കൂടെ എടുത്ത് ഏകദേശം ഇത്രയും മതി. എന്തായാലും ഇത്ര വലിയ മാങ്ങയായത്, അതിൽ 3 ഒന്നും ആരും എന്തായാലും കഴിക്കൂല. പിന്നെ ഞാൻ ഇത് മുറിച്ചിടാൻ തുടങ്ങിയ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കി. ഈ ഞാനിപ്പോ എന്താ പറയാ, ഇതന്നെ മുറിച്ചിടുമ്പോൾ തന്നെ ഫുള്ള് നല്ല ടൈം എടുത്തിട്ട് അത് നല്ല ക്ഷീണിക്കുകയും ചെയ്തിട്ട്, ഇതിപ്പോ നമ്മളെ വീട്ടിലെ അമ്മമാറിനെ ഇതാക്കുന്ന എങ്ങനെയായിരിക്കും, ഡെയിലി മുറിച്ചിടുന്ന് ഇതാക്കുന്ന. അപ്പോ വിരല് സമ്മതിക്കണ്ടേ അല്ലേ? എന്തായാലും എൻ്റെ ഉമ്മ എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടോ, അപ്പൊ ഉമ്മക്ക് സല്യൂട്ട്. ഉമ്മക്ക് ഉമ്മക്ക് മാത്രല്ല എല്ലാ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാവർക്കും എൻ്റെ സല്യൂട്ട്. സമ്മതിക്കണം കേട്ടാ. എന്നുവെച്ചാല് ഈ മാങ്ങ തന്നെ ഇതാക്കാൻ തന്നെ ഞാൻ കുറേ ടൈം എടുത്ത്. ഞാനിപ്പോ വ്ലോഗ് ഓഫ് ആക്കിയോണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ അത്രക്കാര് സ്റ്റോറേജ് ഫുൾ ആയിട്ടുണ്ടാവും ഇതിൻ്റെ. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഇതെന്തായാലും കഴിഞ്ഞ് ഇതാ ഫുള്ളായി. ഇനി ഇതില് കുറച്ച് മുളക് ഇടുക. മുളക് വേണം, ഇത്ര പോലെ, ഇത്ര മതിയാവൂലേ? ഇതെല്ലാം മതി. കുറച്ചും കൂടെ ആക്കാം, കുറച്ചു തന്നെ അറിയാം. പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ ഉപ്പിന്റെ കാര്യം പറഞ്ഞുതരാം. എനിക്ക് ഈ ഉപ്പിന്റെ ഇപ്പൊ നമ്മള് ഭക്ഷണത്തില് പാകമായിട്ട് ഉപ്പ് ഇടുക എന്നുള്ള മറ്റ് ഇത് വരുമല്ലോ, നമുക്ക് അതിന്റെ കണക്ക് വീണുമല്ലോ. എന്തായാലും നമുക്ക് അതിന്റെ കണക്ക് തീരെ അറിഞ്ഞൂടാ. ഇപ്പൊ പാകമായിട്ട് എന്നെല്ലാം പറയുമ്പോ ഒരളവുണ്ടാവുമല്ലോ, അത് പിന്നെ പഞ്ചസാര എന്നാലും ഓക്കെ, ഈ ഉപ്പ മെയിൻ. പഞ്ചസാര നമ്മളെന്തായാലും കൂടിയാൽ ഇതാക്കുകയും ചെയ്യും. അപ്പൊ എന്തായാലും ഇതെല്ലാം ഒന്ന് മിക്സ് ആകട്ടെ, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ സാധനം റെഡി ആയിട്ടുണ്ട്. നല്ല ചോന്നിട്ടുള്ള സാധനം നോക്ക്. എന്തായാലും ഇതൊന്ന് ആര് ടെസ്റ്റ് ചെയ്യുമ്പോ ഫസ്റ്റ് ഞാൻ തന്നെ ഒന്ന് ചെയ്യട്ടെ. നല്ല സാധനം എടുത്തിട്ട് നല്ല എരിവുണ്ട്. എന്തായാലും നാളെ ആരും എണീക്കൂല തോന്നുന്നുണ്ട്. ഇങ്ങനൊക്കെ ടേസ്റ്റ് ഉപ്പ അവിടെ വരുന്നുണ്ട് ഇതൊക്കെയല്ല. സീനല്ലേ? ഉപ്പ് കുറവാ? നീണ്ടോ കുറച്ചും കൂടെ ഇട്ടെ? ഞാൻ ഉപ്പ് കൂടിയും അങ്ങനെയുണ്ട് പറ. അവിടെ വന്ന ഉപ്പ് ഇട്ടിട്ട് ഇതാക്കാം. ഉപ്പ് ഇട്ടെ, നിങ്ങളൊന്ന് പിടിക്കും ഇത്. അതൊന്ന് പിടിച്ചോ. എന്തായാലും നമുക്ക് പിന്നെ ഉമ്മാക്ക് കൊടുക്കുന്നില്ല കേട്ടാ. ഉമ്മാക്ക് ജസ്റ്റ് ഒന്ന് മാത്രം ട്രൈ ചെയ്യും കൊടുക്കൂ. എന്നുവെച്ചാൽ ഉമ്മാന്റെ ഓപ്പറേഷൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അത് എടുത്തുകൂടാ. അല്ല ഞാൻ നോക്കിയതാ, അനക്കങ്ങനെ ഉപ്പിന് കണക്ക് അറിഞ്ഞൂടാ. എന്തായാലും പിള്ളേരെ റിയാക്ഷൻ എല്ലാം ഉണ്ട്. നമുക്ക് എന്തായാലും രാത്രി എന്തായാലും പിള്ളേരുടെ അടുത്ത് പോകും. പിന്നെ അതും കൂടി നമുക്ക് എന്തായാലും ഇതിൽ ഉൾപ്പെടുത്താം. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ വരുന്നത്. അങ്ങനെ ഇത് പിന്നെയും കൂടെ ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ ഉപ്പ് അതൊന്ന് ഒന്നും കൂടി കൊടുത്തു നോക്കാം. സൂപ്പറല്ലേ? നാളെ രാവിലെ എണീക്കുക. ഇഷ്ടപ്പെട്ട് സാധനം ഇഷ്ടപ്പെട്ട്. ഇതിപ്പോ ഞാൻ തന്നെ കാലിയാക്കല? ഇല്ല, പിള്ളേർക്കും മുടിക്കണ്ട്. എരിവെങ്ങനാ? എരിവ് അടിപൊളിയാ, സൂപ്പറാ. ഇഷ്ടപ്പെട്ടാ? അപ്പോ ഞാനൊരു കുക്കായിരിക്കുന്നു. ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയ ഡിഷായത്. എങ്ങനെയുണ്ട്? ചെയ്യണല്ലേ? അപ്പൊ എന്തായാലും ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി രാത്രി പിള്ളേർക്ക് കൊണ്ടുകൊടുക്കുമ്പോൾ ഈ റിയാക്ഷനും കൂടി നിങ്ങൾക്ക് എന്തായാലും കാണാം. അപ്പൊ അന്നേരം കാണാം.
എടാ ഇത് വെലിങ്ങനെ എക്സ്പെക്ട് ചെയ്യണ്ട. അല്ല ഞാൻ പറഞ്ഞ വെലിങ്ങനെ എക്സ്പെക്ട് ചെയ്യേണ്ട ആൾ. ബിരിയാണിയാ ഡിഷ് എന്നല്ലേ പറഞ്ഞേ? ഇത് വ്ലോഗാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ സംഭവം ഇവരോട് പറഞ്ഞേക്ക് എക്സ്പെക്ട് ചെയ്യണ്ടാന്ന്. എങ്ങനെയുണ്ട്? അപ്പൊ ഞാന് ഇവിടെ സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ എന്നാ പറയുന്നേ. പക്ഷെ എനിക്കിത് കൊടുത്തരോ എന്താ പറയാ തൃപ്തി ആയിക്കില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇവരോട് പറഞ്ഞ ഒരു എന്താ പറയാ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു ഡിഷ് ഉണ്ട് എന്ന് പറഞ്ഞ്, പക്ഷെങ്കില് ഇവരെ എക്സ്പെക്ട് ചെയ്ത അങ്ങ് മേലോട്ടല്ലേ ഇതാക്കിയ. പക്ഷെങ്കില് ഇന്നെത്ര ഡേറ്റ്? 20. അപ്പൊ ഒരാഴ്ച കൊണ്ട് ഞാൻ എന്തായാലും ഇവർക്കൊരു നല്ല സാധനം എന്തായാലും വെച്ചു കൊടുക്കും. ഇല്ല അതല്ല ഡേറ്റ് ഞാൻ പറഞ്ഞേ. 27 ഒരാഴ്ച എത്രയാ? ഒരു 3-4 അതിനുള്ളിൽ എന്തായാലും ഞാൻ ഉറപ്പാ. എല്ലാം ഇവൻ കമന്റ് ഇടും. ഉറപ്പാ. എന്തെങ്കിലും നല്ല എന്ന് വെച്ചാ ഇവര് ഞാൻ 9 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് 9:30 ആയിട്ട് ഇവർ അതുവരെ കാത്തു നിന്നിട്ട്. പക്ഷെ എനക്ക് എന്തായാലും ഒരു തൃപ്തി ആയിക്കില്ല. തൃപ്തി ആയിക്ക. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും സാധനം ഉറപ്പാ. അതും മറ്റേ ബിരിയാണി ഇതൊന്നും ഇതാക്കില്ല. അത് എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ചിക്കൻ്റെ എന്തെങ്കിലും സാധനം. ഒരിക്കലും വരാത്ത ഇവിടെ വന്നിട്ട് പക്ഷെ ആള് പാവാണ്. പറ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അതെന്നെ വ്ലോഗ്, എന്റെ വ്ലോഗ് കണ്ടാ തിരി എത്ര മുളക് ഇട്ട് അല്ല കാര്യമായിട്ട് നമുക്കെല്ലാം തിന്നണ്ടിട്ട് ഇതാക്കിയത് തന്നെയാ. പക്ഷെങ്കില് ലാസ്റ്റ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഒന്നിതാ എന്തായാലും സൂപ്പറാ. അല്ല എരിവ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അപ്പോ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ചെയ്യുക. ഇതിപ്പോ ലാസ്റ്റ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു പ്രാങ്ക് പോലെ ആയിരിക്കും ലാസ്റ്റ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.